നമസ്കാരം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രസ്താവനയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാക്കളായ അബിൻ വർക്കിയും വി.ടി. ബൽറാമും. ദുർബലനായ ഹോം മിനിസ്റ്റർ എന്ന് അബിൻ പരിഹസിച്ചപ്പോൾ കൊതുകിന്റെ ചിത്രം പങ്കുവെച്ച് കുറിപ്പിട്ടായിരുന്നു വി.ടി. ബൽറാമിന്റെ പരിഹാസം. അബിൻ വർക്കിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇന്ന് മകളെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ച ചോദ്യം മകൾക്കെതിരെയുള്ളത് കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയാണോ? 5 തവണ ചോദിച്ച ഈ ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരം മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്ക്. ഈ മൗനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ബി.ജെ.പിയുടെ ദയ കാംക്ഷിച്ച് നിൽക്കുന്ന വിനീതദാസനായി വിജയൻ മാറി. കേന്ദ്രത്തെയും ബി.ജെ.പിയെയും ഒന്നും പേരിന് പോലും വിമർശിക്കാനാകാത്ത ദുർബലനായ ഹോം മിനിസ്റ്ററാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാണ് അബിൻ കുറിപ്പ് അവസാനിപ്പിച്ചത്. അതേസമയം ചത്ത ഒരു കൊതുകിന്റെ ചിത്രത്തിന് ഒരു പ്രത്യേക ജനുസ് രക്തം കുടിച്ച കൊതുകിന്റെ അവസ്ഥയെന്ന് ക്യാപ്ഷൻ നൽകിയാണ് വി.ടി. ബൽറാമിന്റെ വിമർശനം. മാധ്യമങ്ങൾക്ക് വേണ്ടത് എൻ്റെ ചോരയാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തെയാണ് ബൽറാം പരിഹസിച്ചത്. മകളുടെ പേര് മാത്രമായി പരാമർശിക്കാതെ എൻ്റെ മകൾ എന്ന് അന്വേഷണ ഏജൻസികൾ കൃത്യമായി എഴുതി വെച്ചത് എന്തുകൊണ്ടാണ്? മാധ്യമങ്ങളൊന്നും മകളുടെ കമ്പനി ആദായനികുതി അടച്ചതിൻ്റെയും GST അടച്ചതിൻ്റെയും കണക്കുകൾ പറയുന്നില്ല. മാധ്യമങ്ങൾക്ക് വേണ്ടത് എൻ്റെ ചോരയാണ്, അത് അത്ര വേഗം കിട്ടുമെന്ന് നിങ്ങളാരും കരുതണ്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. നിങ്ങൾ നോക്കുന്നത് എൻ്റെ രാജി, അത് നോക്കിയിരിക്കത്തേയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാസപ്പടി കേസിലെ SFI കുറ്റപത്രം ഗൗരവമായി കാണുന്നില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. സേവനത്തിന് നൽകിയ പണമെന്ന് മകളും CMRലും കമ്പനിയും പറഞ്ഞിട്ടുണ്ട്. CMRൽ നൽകിയ പണത്തിന്റെ GSTയും ആദായനികുതി അടച്ചതിന്റെ രേഖകളുമുണ്ട്. ഈ കേസ് എവിടെ വരെ പോകുമെന്ന് നോക്കാം. ഈ കാര്യങ്ങളെല്ലാം പാർട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാർട്ടി നേതൃത്വം ഈ നിലയിൽ പ്രതികരിക്കുന്നത്. ലക്ഷ്യം എന്താണ് എന്ന് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ബിനീഷ് കോടിയേരിയുടേതിന് സമാനമായ കേസല്ല വീണയുടേത്. ബിനീഷിനെതിരെ കേസ് വന്നപ്പോൾ അതിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ ആരോപണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് പാർട്ടി പിന്തുണ ലഭിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. മകളുടെ കമ്പനിക്ക് ലഭിച്ചത് കള്ളപ്പണമല്ല, കൃത്യമായി നികുതി അടച്ചിട്ടുണ്ട്. സേവനത്തിന് GST അടച്ചു എന്നത് മറച്ചുവെക്കുന്നു. എന്നാൽ നൽകാത്ത സേവനത്തിന് എന്നതാണ് പ്രചരണം. അവിടെയാണ് എൻ്റെ മകൾ എന്നത് പ്രസക്തമാകുന്നത്. കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ കൂടുതൽ പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.